ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഹിന്ദി പാഠപുസ്തകത്തിലെ ദൂസറ ഇക്കായിലെ 3rd ലെസൺ പഠിക്കാൻ दोस्ती दोस्ती मीन्स फ्रेंडशिप। पेज नंबर 45 देखो। फिल्मी गीत आपको पसंद है ना? हिंदी भाषा को लोकप्रिय बनाने में फिल्मी गीत कहाँ तक उपयोगी रहे हैं? സിനിമ ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഹിന്ദി ഭാഷയെ ലോകപ്രിയമാക്കി തീർക്കുന്നതിൽ സിനിമാ ഗാനങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമാ ഗാനങ്ങളിലൂടെയാണ് പലരും हिंदी भाषा തന്നെ ഇഷ്ടപ്പെടുന്നത് സിനിമാ ഗാനങ്ങളിലൂടെയാണ്. देश में हिंदी भाषा के प्रचार प्रसार को गति देने में हिंदी फिल्मी गीतों की अहम भूमिका रही है. അതായത് നമ്മുടെ രാജ്യത്ത് ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിന് ഗതി ദേനമേ പ്രചാർ പ്രസാർക്കോ ഗതി ദേനമേ മീൻസ് വേഗത കൂട്ടുക, അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേഗത കൂട്ടുന്നതിന് വേണ്ടി ഹിന്ദി ഫിൽമി ഗീതോं की अहम भूमिका है. ഹിന്ദി സിനിമാ ഗാനങ്ങൾക്ക് അഹം ഭൂമിക മീൻസ് മഹത്വപൂർണ്ണ ഭൂമിക ഹി. ഹിന്ദി സിനിമാ ഗാനങ്ങൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. एक जमाने में भारत के सुदूर कोनों में जहां हिंदी भाषा का नमो निशान तक नहीं था, वहां फिल्मी गीतों ने आकाशवाणी के माध्यम से गाँव गाँव का दिल जीत लिया और हिंदी को संपर्क भाषा का दर्जा दिया. एक जमाने में मीन्स ഒരു കാലത്ത്, भारत के सुदूर कोनों में भारत के दूर देशों में जहां हिंदी भाषा का അവിടെ ഹിന്ദി ഭാഷയുടെ നമോ നിഷാൻ തക് നഹി, നമോ നിഷാൻ മീൻസ് കേട്ട് കേൾവി പോലും ഇല്ലാത്ത സ്ഥലം. അതായത് ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഏതോ ദൂരദേശങ്ങളിൽ ഹിന്ദി ഭാഷയെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. വഹാം ഫിൽമി ഗീതോംനെ ആകാശവാണിക്ക് മാധ്യം സേ, അവിടെ സിനിമാ ഗാനങ്ങൾ, ഹിന്ദി സിനിമാ ഗാനങ്ങൾ ആകാശവാണിയിലൂടെ ഗാവ് ഗാവ് കാ ദിൽ ജീത്ത് ലിയ, ഓരോ ഗ്രാമത്തിൻ്റെയും മനസ്സിനെ കീഴടക്കി. അവർ ഹിന്ദിക്കോ സമ്പർക്ക് ഭാഷ കാ ദർജ ദിയ, കൂടാതെ ഹിന്ദിക്ക് ഒരു സമ്പർക്ക ഭാഷയുടെ ദർജ, ക്ലാസ് പദവി അത് ലഭിക്കുകയും നൽകുകയും ചെയ്തു. ആജ് ബി വ സിൽസില സാരി ഹേ, ഇന്നും എന്താണ് സിൽസില മീൻസ് പരമ്പര, ആ പരമ്പര ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. ഏസാ ഏക് ഗീത് സുനേ, അങ്ങനെയുള്ളൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഫിലിം ഷോലെ സംഗീതകാർ R.D. ബർമൻ, പാർശ്വഗായക് മീൻസ് പശ്ചാത്തല സംഗീതം കിഷോർ കുമാർ മന്നാടി. ഇത് വളരെ പഴയ ഒരു ഫിലിമാണ് ഷോലെ, അതുപോലെ തന്നെ ആ പാട്ടും. പക്ഷേ ഇന്നും നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, വളരെ ഹിറ്റായിട്ടുള്ള, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള സോങ്ങാണ് ഈ ഷോലെ എന്ന ഫിലിമിലെ ഏ ദോസ്തി എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാട്ട് കേൾക്കുന്നതിന് മുൻപായി നമുക്ക് ഷോലെ എന്ന ഫിലിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം, കൂടാതെ അതിലെ അണിയറ പ്രവർത്തകരെ കുറിച്ച്. ഓക്കെ, शोले हिंदुस्तान की सार्वकालिक बेहतरीन फिल्म शोले 1975 में बनी हिंदी भाषा की फिल्म है. ഹിന്ദുസ്ഥാനിലെ എക്കാലത്തെയും ബെറ്ററായിട്ടുള്ള ഫിലിം ഷോലെ 1975 1975 ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദി ഭാഷയിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. അതായത് നമ്മൾ എവർഗ്രീൻ ഫിലിം എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ള ഒരു ഫിലിമാണ് ഷോലെ. जावेद अख्तर और सलीम खान की पटकथा पर रमेश सिप्पी के निर्देशन में शोले का जन्म हुआ. ജാവേദ് അക്തറും സലീം ഖാനും എഴുതിയ തിരക്കഥ ശ്രീ രമേശ് സിപ്പി സംവിധാനം നിർവഹിച്ചു. പട്കഥ മീൻസ് തിരക്കഥ, സ്ക്രിപ്റ്റ്. धर्मेंद्र, अमिताभ बच्चन, संजीव कुमार, अमजद खान, हेमा मालिनी और जया बच्चन इसके कलाकार रहे. ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, സഞ്ജീവ് കുമാർ, അംജദ് ഖാൻ, ഹേമ മാലിനി, ജയ ബച്ചൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. इस फिल्म ने 100 से ज़्यादा सिनेमाघरों में രജത ജയന്തി മനായി. ഈ സിനിമ 100-ലധികം തിയേറ്ററുകളിൽ രജത ജൂബിലി ആഘോഷിച്ചു. രജത ജൂബിലി മീൻസ് സിൽവർ ജൂബിലി, അതായത് 25th ईयर. मुंबई के मिनर्वा सिनेमाघर में इसे लगातार 5 साल तक प्रदर्शित किया गया. അതായത് മുംബൈയിലെ മിനർവ തിയേറ്ററിൽ തുടർച്ചയായി 5 വർഷം ഈ സിനിമ പ്രദർശിപ്പിച്ചു. ഇനി ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. R.D. ബർമൻ സംഗീതകാർ മീൻസ് മ്യൂസിക് കമ്പോസർ. उनका जन्म 1939 1939, उनकी मृत्यु 1994 1994. भारतीय फिल्मी संगीत जगत में R.D. बर्मन के नाम से मशहूर राहुल देव बर्मन ने हिंदुस्तानी के साथ पाश्चात्य संगीत का मिश्रण करके भारतीय संगीत को एक अलग पहचान दी. भारतीय सिनेमा संगीत ലോകത്ത് R.D. ബർമൻ എന്ന പേരിനാൽ പ്രശസ്തനായ രാഹുൽ ദേവ് ബർമൻ, उनका पूरा नाम क्या है, രാഹുൽ ദേവ് ബർമൻ ഹിന്ദുസ്ഥാനി സംഗീതത്തോടൊപ്പം പാശ്ചാത്യ സംഗീതവും കൂട്ടിച്ചേർത്ത് ഭാരതീയ സംഗീതത്തിന് ഒരു വേറിട്ട മുഖം നൽകി. അലഗ് പഹചാൻ മീൻസ് വേറിട്ട മുഖം. അടുത്തതായി പാർശ്വഗായക് മീൻസ് പ്ലേബാക്ക് സിംഗർ. കിഷോർ കുമാർ और मन्नाडे. किशोर कुमार, उनका जन्म 1929, मृत्यु 1987. भारतीय सिनेमा के मशहूर पार्श्वगायक किशोर कुमार ने कई भारतीय भाषाओं के गीतों को आवाज दी थी. ഭാരതീയ സിനിമകളിലൂടെ ഫേമസ് ആയിട്ടുള്ള, മഷഹൂർ മീൻസ് ഫേമസ് ആയിട്ടുള്ള
പ്ലേബാക്ക് സിംഗർ ആയിരുന്നു ആര്? കിഷോർ കുമാർ. അദ്ദേഹം ഒരുപാട് ഭാരതീയ ഭാഷകളിലുള്ള പാട്ടുകൾക്ക് ശബ്ദം നൽകിയിരുന്നു. ഫിലിമി ജഗത് മേ അഭിനയ और निर्देशन के क्षेत्र में भी उन्होंने अपनी पहचान जमाई. അതായത് സിനിമാ ലോകത്ത് അഭിനയ രംഗത്തും സംവിധാന രംഗത്തും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പഹചാൻ ജമായി മീൻസ് വ്യക്തിമുദ്ര പതിപ്പിക്കുക. ഉൻകാ അസലി നാം ആഭാസ് കുമാർ ഗാംഗുലി താ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, അസലി മീൻസ് റിയൽ, യഥാർത്ഥത്തിലുള്ള നെയിം എന്തായിരുന്നു? ആഭാസ് കുമാർ ഗാംഗുലി. അടുത്ത പ്ലേബാക്ക് സിംഗർ മന്നാഡെ. उनका जन्म 1919, मृत्यु 2013. भारतीय फिल्मी जगत के सुप्रसिद्ध पार्श्वगायक मन्नाडे ने 1942 को फिल्म तमन्ना से फिल्मी गायन की शुरुआत की. 3000 से अधिक गीतों को उन्होंने स्वर दिया. पद्मश्री, पद्मभूषण तथा दादा साहब फाल्के पुरस्कारों से मन्नाडे सम्मानित है. അതായത് ഭാരതീയ സിനിമാ ലോകത്ത് സുപ്രസിദ്ധനായ പിന്നണി ഗായകൻ, പ്ലേബാക്ക് സിംഗർ ആയിരുന്നു മന്നാഡെ അല്ലെ. അദ്ദേഹം 1942 തമന്ന എന്ന സിനിമയിലൂടെയാണ് സംഗീത രംഗത്തേക്ക് വന്നത്. 3000-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം ശബ്ദം നൽകി. പത്മശ്രീ, പത്മഭൂഷൺ, ദാദാ സാഹിബ് ഫാൽക്കെ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇനി വളരെ മഷഹൂറായ ഈ ഫിലിം സോങ് ആരാണ് എഴുതിയതെന്ന് നോക്കാം. ആനന്ദ് ബക്ഷി. വർത്തമാൻ പാകിസ്ഥാൻ കെ റാവൽപിണ്ടി മേ 1930 കോ ആനന്ദ് ബക്ഷി കാ ജന്മ ഹുവ. ഇന്നത്തെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ 1930 അദ്ദേഹം ജനിച്ചത്. ഭലാ ആദ്മി ഫിലിം മേ ഗീതഗാർ ബൻകർ ഉൻകാ പദാർപ്പൺ ഹിന്ദി ഫിലിമി ജഗത് മേ ഹുവ. ഭലാ ആദ്മി സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം ഹിന്ദി ഫിലിമി ജഗത്തിലേക്ക്, ഹിന്ദി സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പനെ ജീവൻ കാൽ മേ ഉനോംനെ കരീബ് 4000 ഗീത് ലിഖി. തന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏകദേശം 4000-ഓളം പാട്ടുകൾ എഴുതി. 72 साल की आयु में 2002 को मुंबई में उनका निधन हुआ. 72-ാമത്തെ വയസ്സിൽ 2002 മുംബൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിലിം ഫെയർ തഥാ IIFA പുരസ്കാരോം സേ വേ സമ്മാനിത് थे. ഫിലിം ഫെയർ അതുപോലെ തന്നെ IIFA പുരസ്കാർ, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളായിരുന്നു. ഇനി പാട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1-2 വാചകവും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഗീതകാർ ഹൃദയസേ കവി ഹോത്തേ ഹേ. ഗാനരചയിതാവ് ഹൃദയം കൊണ്ട് കവിയാകുന്നു. परंतु वो न कभी अपने उद्गारों को वाणी देता, न भाषा पर अपना अधिकार दिखाने का अनावश्यक साहस करता. പക്ഷേ ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? മനസ്സിലുള്ള കാര്യങ്ങൾ വാക്കിലൂടെ വെളിപ്പെടുത്തുന്നതുമല്ല, അതുപോലെ തന്നെ ഭാഷാപർ അപ്ന അധികാർ ദിഖാനിക്ക, ഭാഷയിൽ തന്റെ അധികാരം കാണിക്കാനുള്ള അനാവശ്യമായിട്ടുള്ള ഒരു സാഹസത്തിന് മുതിരുകയും ചെയ്യുന്നതല്ല. ഏക ഗീത് ഉസ്കി കഥാ തഥാ പ്രസംഗക്കി സൃഷ്ടി ഹോത്തി ഹെ. ഒരു പാട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു സൃഷ്ടിയാകുന്നു. ഇനി നമുക്ക് കിഷോർ കുമാറും മന്നാഡെയും ചേർന്ന് ആലപിക്കുന്ന ആ മനോഹരമായ യേ ദോസ്തി എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ ഫിലിം സോങ് ഒന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം അതിൻ്റെ ആശയം വിശദമാക്കുന്നതായിരിക്കും. വളരെ മനോഹരമായ ആ ഗാനം നിങ്ങളൊന്ന് ആസ്വദിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഓരോ വരികളുടെയും അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കാം. യേ ദോസ്തി ഹം നെഹി തോടെങ്കെ. യേ ദോസ്തി മീൻസ് ഫ്രണ്ട്ഷിപ്പ്. ഈ കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരിക്കലും നശിപ്പിക്കില്ല, തകർക്കില്ല. തോടെങ്കെ ദം മഗർ. ദം മഗർ മീൻസ് അന്ത്യശ്വാസം വലിക്കുക. തോടെങ്കെ ഹം മഗർ, അതായത് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ. തേരാ സാത്ത് ന ചോടെങ്കെ, നിന്നോടൊപ്പമുള്ള ഈ കൂട്ടുകെട്ട് ഞാൻ ഉപേക്ഷിക്കുകയില്ല. മേരി ജീത്ത് തേരി ജീത്ത്, തേരി ഹാർ മേരി ഹാർ. എൻ്റെ വിജയം തേരി ജീത്ത്, നിൻ്റെയും വിജയമാണ്. തേരി ഹാർ മേരി ഹാർ, എൻ്റെ പരാജയം, ഹാർ മീൻസ് പരാജയം, എൻ്റെ പരാജയം നിൻ്റെയും പരാജയമാണ്. സുനിയേ മേരെ പ്യാർ തേരാ ഗം മേരാ ഗം. ഇത് കേട്ടാലും എൻ്റെ കൂട്ടുകാരാ, എൻ്റെ പ്രിയ സ്നേഹിത. തേരാ ഗം മേരാ ഗം, നിന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. മേരി ജാൻ തേരി ജാൻ, എൻ്റെ ജീവൻ നിന്റെ ജീവനാണ്. ഏസാ അപ്നാ പ്യാർ, അങ്ങനെയുള്ളതാണ് നമ്മുടെ സ്നേഹം. ജാൻ പേ ബി ഖേലെങ്കെ തേരെ ലിയേ ലേ ലെങ്കെ സബ്സെ ദുഷ്മനി. ജീവൻ വെച്ചും കളിക്കും, ജീവൻ വെച്ചും പോരാടും. തേരെ ലിയേ, ആർക്കു വേണ്ടി? നിനക്കു വേണ്ടി. തേരെ ലിയേ ലേ ലെങ്കെ സബ്സെ ദുഷ്മനി, നിനക്കു വേണ്ടി എത്ര ശത്രുതയുണ്ടെങ്കിലും അത് ഏറ്റെടുക്കും. ये दोस्ती लोगों को आते हैं दो नज़र हम मगर देखो दोने ही. ഈ കൂട്ടുകെട്ട് ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? നമ്മൾ രണ്ടാണെന്നാണ്. നമ്മൾ രണ്ടാണെങ്കിലും ശരിക്കും എന്തല്ല? രണ്ടല്ല. യാ ഖഫ യേ ഖുദാ ഹേ ദുആ ഏസാ ഹോ നഹി. ഓ ജുദാ മീൻസ് ജുദാ, വേർപിരിയുക. ഗഫ ദേഷ്യം, വേർപിരിയലും ദേഷ്യവും ഒന്നും ഞങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഏ ഖുദാ ഹേ ദുആ, ഈശ്വര അതാണ് പ്രാർത്ഥന. ദുആ പ്രാർത്ഥന. ഖുദ മീൻസ് ഈശ്വർ. ഹേ ഈശ്വർ അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഏസാ ഹോ നഹി, അത് ഉണ്ടാവാതിരിക്കട്ടെ. ദേഷ്യവും വേർപിരിയലും ഉണ്ടാവാതിരിക്കട്ടെ. ഖാന പീന സാത്ത് ഹേ മർണ ജീന സാത്ത് ഹേ സാരി ജിന്ദഗി യേ ദോസ്തി. ഖാന പീന സാത്ത് ഹേ, ഖാന പീന മീൻസ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചാണ്. മർണ ജീന സാത്ത് ഹേ, മരണവും ജീവിതവും ഒരുമിച്ചാണ്. സാരി ജിന്ദഗി യേ ദോസ്തി, ജീവിതം മുഴുവൻ ഈ ഒരു കൂട്ടുകെട്ട്.
പാട്ടിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ പാട്ട് ആസ്വദിച്ച് കേൾക്കുക. ഓക്കെ, ഇനി അതോടൊപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പറയാം. സാധാരണ കവിതയിൽ നിന്ന് നമ്മളെടുത്ത് എന്താണ് ചോദിക്കാറ്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലേ? അതുപോലെ ഈ ഫിലിം ഗീതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം. എന്താണ് നമ്മളെ പാഠപുസ്തകത്തിലുള്ള മൂന്നാമത്തെ ചോദ്യമായിട്ടുള്ള मनपसंद 5 हिंदी फिल्मी गीतों का संकलन करे और उनके गीतकार संगीतकार तथा पार्श्वगायक का परिचय भी तैयार करे. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം.